ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ബുർജ് ഖലീഫയെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ഇതേപോലുള്ള കിള്ളം സ്റ്റോറി ടോക്സ് വീഡിയോ ആണ് നമ്മുടെ ചാനലുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉയർന്ന കെട്ടിടമാണ് ബുർജ് ഖലീഫ. 2010 ജനുവരി 4 ഉദ്ഘാടനം ചെയ്ത 160 നിലകളോടുകൂടിയുള്ള ഒരു ടവറാണ് ഈ ബുർജ് ഖലീഫ. 95 കിലോമീറ്റർ ദൂരെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. 828 മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടം ഇന്ന് വരെ മനുഷ്യൻ നിർമ്മിച്ചതിൽ ഏറ്റവും ഉയരം കൂടിയതാണ് ഈ ബുർജ് ഖലീഫ. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 21 സെപ്റ്റംബർ 2004 ഇതിൻ്റെ മൊത്തം നിർമ്മാണ ചിലവ് ഏകദേശം $1.5 ബില്യൺ ആണ്. കെട്ടിടത്തിൻ്റെ മധ്യഭാഗം കോർ ഫൗണ്ടേഷൻ മുതൽ ഏറ്റവും മുകളിൽ നീലവര നീളുന്ന 6 വശങ്ങളോടുകൂടിയ ഒരു ഭീമൻ ഹെക്സഗണൽ കുഴലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കുഴലിന് ചുറ്റും 4 ആടുകളായി ഉയരുന്ന രീതിയിലാണ് ഇതിൻ്റെ കെട്ടിടം പണി ചെയ്തിട്ടുള്ളത്. 58 ലിഫ്റ്റുകളുള്ള ഈ ടവറിലെ ഒരു ലിഫ്റ്റ് പോലും ഗ്രൗണ്ട് ഫ്ലോർ മുതൽ 160ാമത്തെ നില വരെ സഞ്ചരിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ബുർജ് ഖലീഫയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടവും അങ്ങനത്തെ ഒരു സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. താങ്ങുകളില്ലാത്ത ഉയരം കൂടിയ കെട്ടിടവും, അതുപോലെ തന്നെ ഏറ്റവും ഉയരത്തിൽ നിന്ന് പുറംകാഴ്ച ആസ്വദിക്കാനായിട്ട് ഈ കെട്ടിടം സഹായിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ വലിയ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളിലും കാണാവുന്ന എൻജിനീയറിംഗ് വെല്ലുവിളികൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 606 മീറ്റർ ഉയരത്തിലേക്ക് കോൺട്രാക്റ്റ് പമ്പ് ചെയ്യുകയും അതേപോലെ തന്നെ സെപ്പറേറ്റ് ഭാഗമായി 350 ടണ്ണോളം ഭാരമുള്ള ഇരുമ്പ് പൈപ്പ് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നിർമ്മിച്ച് 200 മീറ്ററോളം ജാക്കി ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയധികം ഭാരം താങ്ങാനാവുന്ന ഒരു കോൺട്രാക്റ്റ് മിശ്രിതം ഈ ഫൗണ്ടേഷന് വേണ്ടി മാത്രം കണ്ടുപിടിച്ച് ഉപയോഗിച്ചതാണ്. അതിൻ്റെ താപനില ശരിയായ രീതിയിൽ നിയന്ത്രിച്ചതുകൊണ്ട് നിർമ്മാണ വേളയിൽ കോൺട്രാക്റ്റ് കട്ടിയാവാതെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായ കാറ്റിനെ അതിജീവിച്ച് സ്ഥിരതയോടെ നിൽക്കാവുന്ന ഡിസൈനാണ് ഇതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തായിട്ട് 24,348 അലുമിനിയം ഗ്ലാസ് പാനലുകളും ഈ വലിയ കെട്ടിടത്തിൻ്റെ ചുറ്റും വിജയകരമായി ഉറപ്പിച്ചിട്ടുണ്ട്. അറ്റ് ദി ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നില ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അത് 124ാമത്തെ നിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാം കാണുവാനായിട്ടാണ് ഈ നില നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിലയിൽ എല്ലാവർക്കും ടിക്കറ്റും കൂടി പ്രവേശിക്കാവുന്നതാണ്. പ്രശസ്തമായ അന്തരീക്ഷമുള്ള ദിവസങ്ങളിൽ ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ബുർജ് ഖലീഫയുടെ ഗ്ലാസ് പ്ലേറ്റിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി കളയാനായിട്ടുള്ള സൗകര്യം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിച്ച ബുർജ് ഖലീഫയെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ഇതേപോലുള്ള കിടിലം സ്റ്റോറി ടോക്സ് വീഡിയോസ് നമ്മുടെ ചാനലുമായിട്ട് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബുർജ് ഖലീഫ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു കിടിലം ഇൻഫോർമേറ്റീവ് വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.